ഹലോ, ഇന്ന് കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. കൊഞ്ചും ചൂരത്തലയുമാണ്. അപ്പോൾ കൊഞ്ച് ഫ്രൈ ചെയ്യാനും ചൂരത്തല കറി വയ്ക്കാൻ വേണ്ടിയിട്ട് സവാള, കൊച്ചുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി എല്ലാം കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് പുളി ഒഴിച്ച് നല്ല ഞെവടി അടുപ്പിലാക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കാം. അപ്പോൾ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പും ചേർത്ത് നന്നായിട്ട് നല്ലവണ്ണം ഞെവടി നന്നായിട്ട് പുരട്ടി വയ്ക്കാമേ. അപ്പോൾ ഒഴിക്കാൻ കറി മാങ്ങയും സവാളയും പച്ചമുളകും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതും തൈരും കൂടെ ഒഴിച്ച് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് അതും കറിയാക്കാമേ. അപ്പോൾ കൊഞ്ച് ഫ്രൈ ചെയ്യാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊഞ്ച് പറക്കിയിട്ട് കൊടുക്കാം. അതിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. കൊഞ്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമേ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ചീര അരിയാം. ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അതിനകത്ത് ആ ചട്ടിയിൽ തന്നെ സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൽ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ കൊഞ്ച് ഫ്രൈ തട്ടിയിട്ട് കൊടുക്കുക. അന്നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കടുക് വറുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടുക് വറുത്തൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ചീര തട്ടിയിട്ട് കൊടുക്കാം. ചീര തോരൻ വയ്ക്കാൻ. അപ്പോൾ ചീര നന്നായിട്ട് ഇളക്കി ഇട്ട് അതിൽ വൻപയറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരപ്പിന് മുളക് പൊടി, വെളുത്തുള്ളി, ജീരകം കൂടെ അരച്ച് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കാൻ പോയോ? അപ്പോൾ ചോറ് കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ അടുക്കളയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാം റെഡിയായി. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.